ഹായ് ഓൾ, എങ്ങനെയാണ് ഡെയിലി ന്യൂസ് വെച്ചിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യത്തെ ന്യൂസ് 81% സർച്ച് ഇൻ വിമൻ റൈഡർഷിപ്പ് ഓൺ ഡേ 1. സർച്ച് എന്ന് പറഞ്ഞാൽ കൂടുക. 81% കൂടി. എന്ത്? ഇൻ വിമൻ റൈഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാഹനം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, KSRTCയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമായിട്ട് സർക്കാർ കൊടുത്തതിൻ്റെ ഒരു ന്യൂസാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഡേ 1 അതിൽ 81% വർധനവാണ്, സ്ത്രീ യാത്രക്കാരുടെ വർധനവാണ് കണ്ടത് എന്നാണ് പറയുന്നത്. ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ കുറേ വാക്കുകൾ കാണാൻ പറ്റും. ലോഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ലോഞ്ചിന് അർത്ഥമുണ്ട്. സ്റ്റാഗറിങ്, അതിശയിപ്പിക്കുന്ന എണ്ണത്തിൽ എന്നുള്ള അർത്ഥമാണ്. അവെയിൽഡ് മീൻസ് യൂസ്ഡ്, ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെ അതിന് അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസിലൂടെ നമ്മൾ 5 പുതിയ വാക്കുകളാണ് പഠിച്ചത്. റൈഡർഷിപ്പ് അതായത് യാത്രക്കാരുടെ എണ്ണം, സർച്ച് കൂടുക, ലോഞ്ച് പുതിയതായി തുടങ്ങുക, സ്റ്റാഗറിങ് സർപ്രൈസിംഗ്ലി ലാർജ് പ്രതീക്ഷിച്ചതിലും അപ്പുറം വലുത്, അവെയിൽഡ് മീൻസ് യൂസ്ഡ് ഉപയോഗിക്കുക. സോ കോണ്ടന്റ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ്.